ഹായ്, മിസ് നാദിയ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, ഏത് സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം. എൻ്റെ ചാനലിലെ ന്യൂ മെമ്പർ ആണെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എൻ്റെ പേര് നാദിയ. ഞാൻ ചെന്നൈയിൽ നിന്നാണ് മോസ്കോയിലേക്ക് പഠിക്കാൻ വന്നിട്ടുള്ളത്. MBBS കോഴ്സാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5th ഇയർ സ്റ്റുഡൻ്റാണ്. ഒരു 4 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ 5th ഇയർ തീരും. ആൻഡ് അതിന് ശേഷം 6th ഇയറിലേക്ക് പെട്ടെന്ന് തന്നെ മൂവ് ആവുന്നതാണ്. ഞാൻ NRMU മെഫി മോസ്കോ ക്യാമ്പസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് ഇൻസ്റ്റയിൽ MBBS ഇൻ റഷ്യയെക്കുറിച്ചും മെഫി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരേ ഇൻഫോർമേഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം എല്ലാവരും ചോദിക്കുന്നത് ഒരേ ക്വസ്റ്റ്യൻസ് ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, പിന്നെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, ഇതൊക്കെയാണ്. ഇതിന് മുൻപ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ A to Z ഇൻഫോർമേഷൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ആ വീഡിയോ ഒന്ന് നിങ്ങൾ പോയിട്ട് കാണണം. പാരൻസിനും ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ ആണെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ആൻഡ് അവർക്കും ഈ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുമല്ലോ. എബ്രോഡിൽ പോയി പഠിക്കുന്നതിനെ കുറിച്ച് അവർക്കും ഒരു ഐഡിയ കിട്ടും, നിങ്ങൾക്കും ഐഡിയ കിട്ടും. അതിനാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഇത് മറ്റ് ലാംഗ്വേജസിലും ഡബ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്. അതുകൊണ്ട് മറ്റുള്ള സ്റ്റേറ്റുകളിലെ ഫ്രണ്ട്സിനും ഇതൊക്കെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. സ്റ്റുഡൻസിന് ഇവിടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, പക്ഷേ ഇവിടെ എത്തിയാൽ ഏത് ഫോൺ വർക്കാകും, പിന്നെ ബുക്സും പെന്നും ഒക്കെ ഏതൊക്കെ യൂസ് ചെയ്യാം, ഇങ്ങനെ വളരെ നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത് പ്ലീസ്. പിന്നെ ഡ്രസ് കോഡിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇതൊരു നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം നമ്മുടെ റീജിയനിലൊക്കെ നമ്മൾ ട്രഡീഷണലായി വസ്ത്രം ധരിച്ച് അങ്ങനെ വളർന്നു വന്നവരായിരിക്കും. ദാറ്റ് ക്വസ്റ്റ്യൻസ് ആർ ഓക്കെ. പിന്നെ പെൻ, ടാബ്, ബുക്സ് ഇതെല്ലാം നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് വാങ്ങാം. ടാബ് കമ്പൽസറി അല്ല. പിന്നെ നോട്ട്ബുക്കൊക്കെ ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാം, നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാം. അത് ടാബ് ആയാലും ഓക്കെയാണ്, കാരണം ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് പ്രസൻറ്റേഷൻ വർക്ക്സ് ഉണ്ടാകും, റിപ്പോർട്ട് വർക്ക്സ് ഉണ്ടാകും. ഇതൊക്കെ ചെയ്യാൻ ലാപ്ടോപ്പ് ആവശ്യമാണ്. ചില സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് ലാപ്ടോപ്പും ടാബും വേണമെന്ന്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഏതെങ്കിലും ഒന്നാണെങ്കിലും ഓക്കെയാണ്. നിങ്ങൾക്ക് ഏതാണോ അഫോർഡബിൾ അത് മതി. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചാണ് കൊണ്ടുവരേണ്ടത്. കുറച്ചുകൂടെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അത് മറ്റ് സ്റ്റുഡൻസിനും ഉപകാരമാവും. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി എബൌട്ട് സെക്ഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാ ലിങ്ക് കാണാം, ഫോളോ ചെയ്യാം. പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ 3 കാര്യങ്ങളും ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഈ 3 കണ്ടീഷൻസും ഫോളോ ചെയ്യുക. ഒരുപാട് സ്റ്റുഡൻസിന് ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്, ബട്ട് അവരിൽ ചിലരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ ഞാൻ ഫാസ്റ്റായി തരണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ കുറച്ചുകൂടെ മോട്ടിവേഷനാവും. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ തരാം. എൻ്റെ ഇൻസ്റ്റാ ID മിസ് നാദിയ. ലിങ്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. MBBS ഇൻ റഷ്യ, ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാനത് ക്ലിയർ ചെയ്തു തരും. നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലോ ഇൻസ്റ്റയിലോ ഒക്കെ ചോദിക്കാം, ഞാൻ തീർച്ചയായും റിപ്ലൈ ചെയ്യാം. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നതാണ്. ഗൈസ്, എൻ്റെ ഫ്രീ ടൈമിലാണ് ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. രാവിലെ ആണെങ്കിൽ ഞാൻ കോളേജിൽ പോകും, പിന്നെ ഹോസ്പിറ്റൽസിൽ പോകണം. ഈവനിങ് ടൈമിലാണ് ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആവുന്നത്. രാത്രിയിലാണ് അപ്പോൾ നിങ്ങളുടെ മെസ്സേജസ് എല്ലാം ഞാൻ നോക്കി അതിന് റിപ്ലൈ അയക്കാറുള്ളത്.
ഒരുപാട് ക്വയറീസ് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ്, അതാണ് ഡിലേ. സോ ഇങ്ങനെ കുറേ നാളായിട്ട് എൻ്റെ ഷെഡ്യൂൾ വളരെ ടൈറ്റാണ്. അതുകൊണ്ട് ഈ അടുത്ത വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സോ ബട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ടൈം കൊടുക്കുന്നു. ഇനിയും ഒരുപാട് വീഡിയോസ് വരും. ചാനൽ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇൻഫോർമേഷൻസൊക്കെ അവിടെ നിന്ന് കിട്ടും. സോ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, റഷ്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് കാണിച്ചുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോയിൽ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഫുൾ കവർ ചെയ്യും. സോ ഈ സീരീസിലുള്ള വീഡിയോസ് ഒരുപാട് ലെങ്തി ആയിരിക്കും. സോ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് കാണണം. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ തീർച്ചയായും ടൈം സ്പെൻഡ് ചെയ്ത് കാണൂ. നിങ്ങൾക്ക് മറ്റൊരു വീഡിയോസും പിന്നീട് കാണേണ്ട ആവശ്യം വരില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഇൻഫോർമേഷൻസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ഇൻഫോർമേഷൻ മുതൽ വലിയ ഇൻഫോർമേഷൻസ് വരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഹോസ്പിറ്റൽസിൻ്റെ ഫോട്ടോസ്, വീഡിയോസ്, ലൊക്കേഷൻ എല്ലാം ഡീറ്റെയിൽ ആയി ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഞാൻ എന്തിനാണ് സീരീസ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്ന് വെച്ചാൽ, ഓക്കെ, സ്റ്റുഡൻസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത വീഡിയോസിനെ കുറിച്ച് തന്നെ വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും ഒക്കെ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്, ഇതേ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വീണ്ടും വീണ്ടും ഒരേ ഇൻഫോർമേഷൻസ് ചെയ്യാൻ എനിക്ക് സാധിക്കാത്തതിനാലാണ് ഇങ്ങനെ പറയുന്നത്. ചില സമയത്ത് ഞാൻ വീഡിയോ തമിഴിൽ ചെയ്യുമ്പോൾ നോർത്ത് ഇന്ത്യൻ പാരൻസ് ചോദിക്കുന്നു. പിന്നെ സ്റ്റുഡൻസൊക്കെ ഇൻഫോർമേഷൻസ് അറിഞ്ഞിട്ടും പാരൻസ് ഫസ്റ്റ് തൊട്ട് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ സമയത്തിൻ്റെ പ്രശ്നം അനുഭവപ്പെടുന്നു. അപ്പോൾ ടൈമിൻ്റെ കുറവ് കാരണം ഞാൻ ഷോർട്സ് ആയിട്ടും ഇത് ചെയ്തു തീർക്കാറുണ്ട്. സോ അത് നിങ്ങൾക്ക് നോക്കാം. സോ ടൈമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ടൈം കിട്ടിയപ്പോൾ വീഡിയോസ് എല്ലാം ചെയ്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ലെങ്തിയായി ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ സീരീസിൻ്റെ പേരാണ് A to Z Bullet Information about MEFI Moscow University. A to Z Bullet Information about MEFI Moscow University. സോ എല്ലാ യൂണിവേഴ്സിറ്റിയും കുറച്ച് ഇതുപോലെ സീരീസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കാം. സോ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എനിക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം. ചാനലിൽ നിന്ന് സെലക്ട് ചെയ്ത് കാണാം. ഇന്ന് നമ്മൾ NRNU MEFI മോസ്കോ ക്യാമ്പസിനെ കുറിച്ചാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഈ ക്യാമ്പസിനെ കുറിച്ച് നമ്മൾ കവർ ചെയ്യും. സോ അടുത്ത വീഡിയോയിൽ MEFI ഒബ്നിൻസ് ക്യാമ്പസിനെ കുറിച്ചാണ് കവർ ചെയ്യുന്നത്. സോ MEFI യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് A to Z ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. ഇവിടെ ജോയിൻ ചെയ്യണം എന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് കാണുക. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ ചോയ്സിനനുസരിച്ച് മാത്രമല്ല ഞാൻ ഈ സീരീസിലെ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചാണോ ആദ്യം അറിയേണ്ടത്, ഇൻഫോർമേഷൻസ് വേണ്ടത്, അതെനിക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ടോ ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിട്ടോ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് A to Z ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഈ സീരീസിലെ വീഡിയോസ് ലിസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ കമൻറ്റ് സെക്ഷനിലായിട്ടോ ഇൻസ്റ്റയിലായിട്ടോ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് ഒരാഴ്ച സമയം വേണം, എങ്കിൽ A to Z ഇൻഫോർമേഷൻസ് അറിഞ്ഞ് നിങ്ങൾക്ക് വീഡിയോയിൽ ചെയ്യാൻ സാധിക്കൂ. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന വേണം അതിനു വേണ്ടി. സോ ഏത് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്, അതിനെക്കുറിച്ചാണ് വീഡിയോസ് ഞാൻ ചെയ്യുക. തീർച്ചയായും എല്ലാ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും ഞാൻ വീഡിയോസ് ചെയ്യും. അത് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ
ഇൻഫർമേഷൻസ് ചെയ്യണം. നിങ്ങളുടെ ഡൗട്ട്സ് മറ്റ് സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ ആവും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫ്യൂച്ചർ ഡോക്ടേഴ്സിന് എല്ലാം യൂസ്ഫുൾ ആകും. ദെൻ ഇന്ന് നമ്മൾ മെഫി മോസ്കോ ക്യാമ്പസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ യൂണിവേഴ്സിറ്റി മോസ്കോയിലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. സോ എല്ലാ പാരൻസും ചോദിക്കുന്നത് ഇത് പ്രോപ്പറായിട്ട് മോസ്കോയിൽ തന്നെയാണോ എന്നുള്ളതാണ്. സോ അതാണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ചെന്നൈ എന്നുള്ളത് ഒരു സിറ്റിയാണ്. പക്ഷേ ചെന്നൈ സിറ്റിയിലെ അടുത്തുള്ള ബോർഡേഴ്സും നമ്മൾ ചെന്നൈ ആയാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ മോസ്കോയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൂരെ ആയിരിക്കുമോ, ഫെസിലിറ്റീസ് ഉണ്ടാകുമോ, അതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ പാരൻസ് ചോദിക്കുന്നുണ്ട്. സോ മെഫി പ്രോപ്പർ മോസ്കോയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മോസ്കോ റീജിയൻ എന്ന് പറഞ്ഞാൽ വില്ലേജാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. മോസ്കോ എന്ന് പറഞ്ഞാൽ മോസ്കോ സിറ്റിയാണ്. മോസ്കോ റീജിയൻ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഏരിയ ആണ്. സോ മോസ്കോയിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ബസ്, മെട്രോ, ട്രാം എല്ലാം ഉണ്ട്. സോ പ്രോപ്പർ ടൈം ഷെഡ്യൂൾഡ് ആണ് ഇതെല്ലാം. മെഫി ഹോസ്റ്റലിൽ നിന്ന് മെട്രോയിലേക്ക് പോകുന്നത് 7 മിനിറ്റ് ഗ്യാപ്പിലാണ് നിങ്ങൾക്ക് ബസ് ഉണ്ടാകുന്നത്. ഹോസ്റ്റലിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെങ്കിലും ബസ് ഉണ്ടാകും. ഇത് വാക്കബിൾ ഡിസ്റ്റൻസ് ആണോ എന്നുള്ളത് ഞാൻ പറയാം. സോ മെട്രോ നോക്കുകയാണെങ്കിൽ നമുക്ക് 1 മിനിറ്റ് ഗ്യാപ്പിൽ മെട്രോസൊക്കെ വരും, ഒരു മിനിറ്റ് ഇൻ്റർവെല്ലിൽ. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രശ്നവും അനുഭവപ്പെടില്ല, നോ ടെൻഷൻ. ഞാനിതിന് മുൻപ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ മോസ്കോ എന്ന പേരിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ ഇൻഫോർമേഷൻസും കിട്ടും. ചാർജ്, പ്രൈസ് എല്ലാറ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. വീണ്ടും നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ആ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ താഴെ അറ്റാച്ച് ചെയ്യാം. സോ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇൻ മോസ്കോനെ കുറിച്ച് അറിയാൻ കഴിയും. വീഡിയോ തീർച്ചയായും കാണണം. അപ്പോൾ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആകും, ട്രാൻസ്പോർട്ടേഷൻ ഇൻ മോസ്കോ. ദെൻ എബൌട്ട് സേഫ്റ്റിയെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം മെയിൻ പ്ലേസിലൊക്കെ പോലീസ് ഉണ്ടാകും. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു, ഡിസ്റ്റൻസിനെ കുറിച്ച്. മോസ്കോ സെൻറ്ററിൽ നിന്ന് മെഫി യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു 12 കിലോമീറ്റർ ഉണ്ടാകും. മോസ്കോ സെൻട്രലിൽ നിന്ന് മെഫി യൂണിവേഴ്സിറ്റിയിലേക്ക് 12 കിലോമീറ്റർ ഉണ്ടാകും. ആൻഡ് മെട്രോയിൽ ഒരു 5 സ്റ്റോപ്സേ കാണുള്ളൂ. ഒരു 20 മുതൽ 25 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ മെട്രോയിൽ ആണെങ്കിൽ ഇവിടെ എത്തും. ഇതുപോലെ മെയിൻ റോഡിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇതൊരു ഉൾപ്രദേശമല്ല, മോസ്കോ സിറ്റിയിൽ തന്നെയാണ്, മെയിൻ റോഡിലാണ്. ഇനി സേഫ്റ്റി, ഹോസ്റ്റലിലാണെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാകും, പബ്ലിക്കിലാണെങ്കിൽ പോലീസ് ഉണ്ടാകും. 24 hours ക്യാമറ സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഏത് സമയത്തും നമുക്ക് പുറത്ത് പോകാനുള്ളൊരു സൗകര്യമുണ്ട്. സേഫായിട്ട് പോയി വരാം, ഒരു പേടിയും പേടിക്കണ്ട. സോ നമുക്കിപ്പോൾ നൈറ്റ് ആണെങ്കിലും നമ്മുടെ എന്തെങ്കിലും സാധനം വാങ്ങാൻ നൈറ്റിൽ പോവുകയാണെങ്കിൽ കൂടെ അതും ഓക്കെയാണ്. ധൈര്യമായി പോയിട്ട് വരാൻ മാത്രം സേഫാണ്. ഗേൾസ് ആയാലും അവർക്കാണ് ഈ ഡൗട്ട് കൂടുതലായിട്ട് വരുന്നത്. ഞാൻ നൈറ്റ് ഒരു 12:30 തൊട്ട് ഒരു 1:30 മണിവരെ സുഖമായിട്ട് പുറത്ത് പോയി വരാറുണ്ട്. സോ ഒറ്റയ്ക്ക് പോയിട്ട് വരാവുന്ന ഒരു കംഫർട്ടായിട്ട് പോയിട്ട് വരാവുന്ന ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. സോ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ക്ലൈമറ്റിനെ കുറിച്ച്, നല്ല തണുപ്പായിരിക്കും മോസ്കോയിൽ. ഡിസംബർ, ജനുവരി ഈ 2 മാസങ്ങളിലാണ് പീക്ക് ലെവലായിരിക്കുന്നത്. സോ പ്രോപ്പറായിട്ട് നമ്മൾ വാം ക്ലോത്ത്സ് ധരിച്ചില്ലെങ്കിൽ തീർച്ചയായും തണുപ്പ് നമുക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലരുടെ ബോഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായിരിക്കും. വീസിങ് പ്രോബ്ലം ഉള്ളവർക്കും ഇവിടെ കുറച്ച് കഷ്ടമാണ്. സോ പ്രോപ്പർ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇത് ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്ന് എനിക്ക് കിട്ടിയ റിവ്യൂ ആണ്. ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും ചോദിച്ചറിഞ്ഞ റിവ്യൂ ആണ്. ബട്ട് അവരെല്ലാം ഇപ്പോൾ എല്ലാ
എല്ലാറ്റിനോടും അഡ്ജസ്റ്റായി നല്ല രീതിയിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. നല്ല ഡിഫിക്കൽട്ടായ ഒരു കാര്യമേ അല്ല ഇത്. ഈ പറഞ്ഞ 2 മാസമാണ് പീക്ക് ലെവൽ. ഒക്ടോബർ നവംബർ ഒക്കെ ഓക്കെയാണ്. നന്നായി ഡ്രസ്സ് കവർ ചെയ്ത് പോയാൽ മതി. സോ പ്രോപ്പറായി പോയി വരാം. ഫെബ്രുവരി മാർച്ചൊക്കെ പുറത്തൊക്കെ പോയി വരാം. ബട്ട് ഡിസംബർ ജനുവരി മന്ത്സ് ഫുൾ ബോഡി കവർ ചെയ്ത് വേണം നമുക്ക് പോകാൻ. ഫേസ്, ഹാൻഡ്സ് എല്ലാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി ഗ്ലൗസ്, ഫേസ് മാസ്ക്, ഹൈ ക്വാളിറ്റി വിൻ്റർ ക്യാപ്പ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ സിമ്പിളായിരിക്കും. സോ ഹൈ ക്വാളിറ്റി ഗ്ലൗസും ഫേസ് മാസ്കും വിൻ്റർ ക്യാപ്പൊക്കെ യൂസ് ചെയ്താൽ ഓക്കെ ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ വിൻ്റർ സോക്സും. നോർമലായിട്ടുള്ള സോക്സ് ആണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാലൊക്കെ ഭയങ്കരമായിട്ട് മരവിച്ച് പോവും. സോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നോർമൽ സോക്സ് യൂസ് ചെയ്യരുത്. വിൻ്റർ സോക്സ് കഴിയുന്നതും വിൻ്റർ സോക്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ 2 മാസം മാത്രമാണ് ഇങ്ങനെ. മറ്റു ടൈമൊക്കെ നോർമലായിട്ടാണ് പോകുന്നത്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ടൈമിൽ നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര ചൂടൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഭയങ്കരമായ അതികഠിനമായ ചൂടൊന്നും ഉണ്ടാവില്ല. നോർമൽ ലെവലായിരിക്കും. നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എൻജോയബിളാണ്. സമ്മർ ടൈമിൽ പുറത്തൊക്കെ പോയി വരാം. കൂടുതൽ ഡേ ടൈം കിട്ടുന്ന പോലെ തോന്നും നമുക്ക് സമ്മറിൽ. കാരണം പുലർച്ചെ 2 മണി മുതൽ രാത്രി 11 മണി വരെ വെളിച്ചമുണ്ടാകും. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണി 7 മണി ആ ഒരു ഫീലായിരിക്കും. ഈ സമയത്താണ് നമ്മുടെ സ്റ്റുഡൻസൊക്കെ റിലാക്സ് ആവാനൊക്കെ പോകുന്നത്, ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പോകുന്നത്. പിന്നെ വിൻ്റർ ഡ്രസ്സസിനെ കുറിച്ചും മറ്റും ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഫി യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് ആണോ അതോ ഗവൺമെൻറ് ആണോ എന്നുള്ളതാണ്. സോ മെഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ഗവൺമെൻറ് ആണ് ഇവിടെ ഗവൺമെൻറ് ആണ് യൂണിവേഴ്സിറ്റിയെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത്. സോ ധൈര്യമായി ജോയിൻ ചെയ്യൂ. മെഫി യൂണിവേഴ്സിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ NMC അപ്രൂവ്ഡ് ആണോ WHO അപ്രൂവ്ഡ് ആണോ എന്നുള്ളതാണ്. സോ ഞാൻ പറയാം, NMC ആൻഡ് WHO രണ്ടും അപ്രൂവ്ഡ് ആണ്. ആ കാര്യം നിങ്ങൾ പേടിക്കേണ്ട, 100% ഷുവറാണ്. സോ NMC പറഞ്ഞ എല്ലാ ഗൈഡ് ലൈൻസും മെഫി ഫോളോ ചെയ്യുന്നുണ്ട്. സോ അത് പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. NMC ആൻഡ് WHO ഇസ് അപ്രൂവ്ഡ്. NMC കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ സിമ്പിളായിട്ട് പറയാം. ആ വീഡിയോയിൽ നിങ്ങൾ പോയി ഒന്ന് കാണണം, എന്നാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ NMC കുറിച്ച് പറയുമ്പോൾ ഏത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഏത് മെഡിക്കൽ കോളേജ് ആണെങ്കിലും അബ്രോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 54 മാസം 54 മന്ത്സ് നമ്മൾ പഠിച്ചിരിക്കണം. അതിന് പുറമെ നമ്മൾ നമ്മുടെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം നമ്മുടെ പഠനം. 3 മാസം റഷ്യൻ, 3 മാസം ഇംഗ്ലീഷ്, അതുപോലെ ആവരുത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ 1 ഇയർ ക്ലിനിക്കൽ പ്രാക്ടീസ് ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. അത് ചെയ്തിരിക്കണം. ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, മെഫി എന്നല്ല മറ്റേത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നിങ്ങളത് ഉറപ്പ് വരുത്തണം. സോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ 1st ഇയർ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം. 1st ഇയർ എന്നല്ല, ഒരു വർഷം തീർച്ചയായും ചെയ്തിരിക്കണം. അതും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. സോ ഇതെല്ലാം മെഫി യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് NMCൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ മെഫി യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി നമുക്ക് നോക്കാം. മെഫി യൂണിവേഴ്സിറ്റിക്ക് ഒരു 75 വർഷം പ്രായമുണ്ട്. നമ്മൾ NMCൻ്റെ കാര്യം പറഞ്ഞു, 3 മാസം റഷ്യൻ, 3 മാസം ഇംഗ്ലീഷ്, അങ്ങനെ ആവരുത്. നമ്മൾ കംപ്ലീറ്റ് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം നമ്മുടെ MBBS കോഴ്സ് പോകേണ്ടത്, എല്ലാ സബ്ജക്ട്സും. പിന്നെ 1 ഇയർ ക്ലിനിക്കൽ പ്രാക്ടീസ് മസ്റ്റാണ്. സോ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ്
സെർച്ച് ചെയ്താൽ കിട്ടും. മെഫി യൂണിവേഴ്സിറ്റി എന്നോ അല്ലെങ്കിൽ നാഷണൽ റിസർച്ച് ന്യൂക്ലിയർ യൂണിവേഴ്സിറ്റി എന്നോ നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ കിട്ടാവുന്നതാണ് ഇത്. സോ മെഫി യൂണിവേഴ്സിറ്റീൻ്റെ കാര്യമാണെങ്കിൽ നമുക്കൊരു 75 വർഷം പ്രായമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലൊക്കേഷൻ മോസ്കോ, പ്രോപ്പർ മോസ്കോയിലാണ്, ഉൾപ്രദേശമല്ല, റോഡ് സൈഡിൽ തന്നെയാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ വീഡിയോയിൽ ക്ലിയറായി കാണിക്കാം. നമുക്കിനി മെഫിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അത് ഞാൻ മാപ്പൊക്കെ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാപ്പിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലോ ലൈക്ക് ചെയ്താലോ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനും നിങ്ങളിലേക്ക് പുതിയ ഐഡിയാസ് എത്തിക്കാനും ഉള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നത്. സോ നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ മെഫിയിൽ എന്തായാലും 1 വർഷം നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് ഉണ്ട്. പിന്നെ 1 വർഷത്തിന് പുറമെ നമുക്ക് സമ്മർ പ്രാക്ടീസസും കിട്ടാറുണ്ട്. ആ പ്രാക്ടീസസിനെ കുറിച്ചൊക്കെ ഞാൻ വീണ്ടും പറയുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. ഇനി അടുത്തതായി എൻ്റെ ഹോസ്റ്റലിനെ കുറിച്ച് ഞാനൊരു മാപ്പ് കാണിക്കാം. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ. അപ്ഷിഷത്തി എന്നാണ് നമ്മളിവിടെ പറയുന്നത്. മെഫിക്ക് ഇനിയും ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട്. ഇവിടെ പിന്നെ ഇവിടെ ഒക്കെ. സോ 1 കിലോമീറ്റർ മെഫി ക്യാമ്പസ്. ഇത് മെഫിയുടെ മെയിൻ ബിൽഡിംഗ്. പിന്നെ ഇതൊക്കെ ന്യൂക്ലിയർ എൻജിനീയറിംഗ്, ബയോഫിസിക്സ്, ഇതൊക്കെ ആ സ്റ്റുഡൻസിൻ്റെ ബിൽഡിങ്സ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. നമ്മൾ പഠിക്കാൻ പോകുന്ന മെഡിക്കൽ ക്യാമ്പസ് നോക്കിയാൽ മെഫി മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് ബസ്സിൽ 2 സ്റ്റോപ്സ് ഉണ്ട്. 2 സ്റ്റോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് അത്രേ ആവുള്ളൂ. സോ ഫസ്റ്റ് 3 ഇയേഴ്സ് മെഡിക്കൽ സ്റ്റുഡൻസ് ഇവിടെയാണ് പഠിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് 3 ഇയേഴ്സ് മോസ്റ്റ്ലി നമുക്ക് ഹോസ്പിറ്റലിലായിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് ഇത്രയുണ്ട് ദൂരം. പിന്നെ എല്ലായിടത്തും നമ്മുടെ മെഫി മെയിൻ ബിൽഡിങ്ങിലേക്ക് 1.2 കിലോമീറ്റേഴ്സ്, മെഡിക്കൽ ബിൽഡിങ്ങിലേക്ക് 1.8 കിലോമീറ്റേഴ്സ് വരെ വരും. നമ്മൾ ബസ്സിലും പോകാം, വാക്കബിളുമാണ്. അധികം സ്റ്റുഡൻസും ബസ്സിലാണ് പോകുന്നത്. കാരണം എല്ലാവർക്കും സോഷ്യൽ കാർഡ് ഉണ്ട്. എല്ലാവരും അത് പ്രോപ്പറായി റീചാർജ് ചെയ്യാറുണ്ട്. സോ സോഷ്യൽ കാർഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. ലിങ്ക് ഞാനിത് വീഡിയോൻ്റെ താഴെ തന്നെ അറ്റാച്ച് ചെയ്യാം, പോയി കാണണം. സോ സോഷ്യൽ കാർഡിനെ കുറിച്ചുള്ള വീഡിയോസ് കാണണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തതായി മെഫി മെഡിക്കൽ ബിൽഡിംഗ് കാണാം. സോ ഇതാണ് ഹൈവേ, ഇതാണ് മെഡിക്കൽ ബിൽഡിംഗ്. ഞാൻ വീഡിയോയും അറ്റാച്ച് ചെയ്യാം. മെഫി മെയിൻ ബിൽഡിങ്ങിൻ്റെ വീഡിയോയും അറ്റാച്ച് ചെയ്യാം. സോ നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് എന്തെല്ലാം ഫെസിലിറ്റീസ് അടുത്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഇവിടെയുണ്ട് ഗ്രോസറി ഷോപ്സും അടുത്തുണ്ട്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അടുത്ത് തന്നെ പോസ്റ്റ് ഓഫീസും സ്വർ ബാങ്കും ഉണ്ട്. ആൻഡ് നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ വെയർ ഹൗസും ഉണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് കളക്ട് ചെയ്യാം. അതിനുള്ള സൗകര്യമുണ്ട് ഇവിടെ. പിന്നെ അടുത്തതായി പ്യാത്രോച്ക എന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ട്.
ദെൻ KFC ഇവിടെ റോസ്റ്റിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഡോമിനോസും ഇതേ സ്ഥലത്താണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പോളിക്ലിനിക് കാണാം. മെഫി പോളിക്ലിനിക് ഇതിൻ്റെ അടുത്ത് തന്നെ. എല്ലാ സ്റ്റുഡൻസും ഇവിടെയാണ് ചെക്കപ്പിന് പോകാറുള്ളത്. ദെൻ ഇവിടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഇനിയും സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ കുറേ സലൂൺസ് ഉണ്ട്. ദെൻ ഹോസ്റ്റലിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മൂവ് ചെയ്താൽ അശാൻ എന്ന പേരുള്ള ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, നമുക്ക് ഗ്രോസറീസ് എല്ലാം. സോ ഹോസ്റ്റലിൽ നിന്ന് ഒരു 900 മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു വലിയ മോളും കാണാം. യൂഷ്വലി നമ്മൾ ഈ മോളിലാണ് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പോകാറുള്ളത്. ഫുഡ് കഴിക്കാനും പിന്നെ ഗ്രോസറീസ് വാങ്ങാനും എല്ലാം അവിടെ നിന്ന് കിട്ടും. സോ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഡോർമെറ്ററിയിലേക്ക് വരും. ഇതാണ് ഞങ്ങളുടെ പതിവ്. സോ മോളിൻ്റെ മുന്നിൽ തന്നെ മെട്രോ ഉണ്ട്. അതിൻ്റെ പുറകിലൊരു പാർക്ക് കാണാം. രണ്ട് സൈഡിലും അതിന് നടുവിലായാണ് നമ്മുടെ മെഫി മെയിൻ ബിൽഡിംഗ് ലൊക്കേറ്റഡ് ആയിട്ട്. ഇവിടെ ഫാർമേഴ്സ് മാർക്കറ്റും ഫിക്സ് പ്രൈസ് അതുപോലെ ഷോപ്സും ഉണ്ട്. കുറച്ച് ദൂരം കൂടെ പോയാൽ നമുക്ക് മാൾ കാണാം. സോ ഈ ചെറിയ ക്ലിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് റാങ്കിങ്ങിനെ കുറിച്ച് നോക്കാം. റാങ്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഫി ഓവറോൾ ഫസ്റ്റ് നോക്കാം. മെഫിയുടെ US റാങ്കിങ് നോക്കുമ്പോൾ 497 ആണ്. യൂറോപ്പിൽ 269. അതിന് പുറമെ ഇൻ്റർനാഷണൽ റാങ്കിങ് സെപ്റ്റംബർ 26, 2024 ടോപ്പ് 5 നമ്മുടെ റാങ്ക് കിടക്കുന്നത് വേൾഡിൽ തന്നെ. ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഇൻ ന്യൂക്ലിയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഈ ബേസിസിലാണ് ഇവിടെ റാങ്കിങ് കൊടുത്തിരിക്കുന്നത്. സോ റഷ്യയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി നാച്ചുറൽ സയൻസിനും ടെക്നോളജിക്കും ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ റഷ്യ ആണ്. ഓക്കെ, ആൻഡ് നാച്ചുറൽ സയൻസിനും ടെക്നോളജിക്കും ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ റഷ്യ ആണ്. വേൾഡിൽ നാച്ചുറൽ സയൻസിന് 49th place ആൻഡ് 56th place ഫോർ ടെക്നിക്കൽ സയൻസ്. ഇതൊരു നല്ല റാങ്കിങ് ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത് ലൈഫ് സയൻസ്, മെഡിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഇതിനൊക്കെ നല്ല റാങ്കിങ് ആണുള്ളത്. ഇത് നമുക്ക് സൈറ്റ് നോക്കിയാൽ അറിയാം. ഒരുപാട് റാങ്കിങ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ കാണാം. ഞാനിത് സാവധാനം സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ നോക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ സാവധാനം പോവാം. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ. നമ്പർ 1 റാങ്കിങ് ഫോർ എൻജിനീയറിംഗ്. Yes, number 1 ranking for engineering and top 3 for super job. നമുക്ക് കാണാം ഇതിൻ്റെ താഴെ തന്നെ. Let's wait. Yes, super job graduates salaries in IT. 3rd പ്ലേസിലാണ് കിടക്കുന്നത്. നിങ്ങൾ സൈറ്റിൽ പോയി ഒന്ന് ചെക്ക് ചെയ്തോളൂ, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത് റാങ്കിങ് ആണ്. വേൾഡിൽ ടോപ്പ് 5 യൂണിവേഴ്സിറ്റി മൂവ് ആയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. സൂപ്പർ ജോബിൻ്റെ ഇത് കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടോപ്പ് 5 യൂണിവേഴ്സിറ്റി മൂവ് ആയിട്ടുള്ളതാണ്.
ഇതാ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, അതെന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ടോപ്പ് 5 എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നാഷണൽ റിസർച്ച് ന്യൂക്ലിയർ യൂണിവേഴ്സിറ്റി ഇൻ മെഫി. ആൻഡ് അടുത്തതായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെഫിയിൽ നോബൽ പ്രൈസ് വാങ്ങിയ മെമ്പേഴ്സ് 6 പേര് അത് വാങ്ങിയിട്ടുണ്ട്. സോ 3 പേര് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാങ്ങിയിട്ടുണ്ട്, 3 പേര് പിന്നെ പഠനശേഷവും. അങ്ങനെയാണ് ഇതിൽ കാണുന്നത്. സോ ഇവിടെ ഇവരുടെയൊക്കെ ഹിസ്റ്ററി നമുക്ക് സൈറ്റിൽ പോയാൽ കാണാം. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ കോവിഡ് ടൈമിൽ വാക്സിനൊക്കെ കണ്ടുപിടിച്ചതിൽ മെഫിയിലെ സയൻറ്റിസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ മെഫി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് NRNU മെഫി, നാഷണൽ റിസർച്ച് ന്യൂക്ലിയർ യൂണിവേഴ്സിറ്റി. സോ നമ്മൾ ഇതുവരെ മെഫിയുടെ ഓവറാൾ റാങ്കിങ്ങും കാര്യമൊക്കെ നമ്മൾ നോക്കി. ഇനി മെഡിസിനിലെ റാങ്കിങ് നോക്കാം. സോ ഇതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഓഫ് അവർ ഗവൺമെൻറ്. മറ്റ് യൂണിവേഴ്സിറ്റീസും ഇതിലുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സോ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇതിൽ 9th പ്ലേസിലാണ് കിടക്കുന്നത്. 9th place, you can see here. ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, നെയിം ഓഫ് ദ യൂണിവേഴ്സിറ്റി 9th rank, നാഷണൽ റിസർച്ച് ന്യൂക്ലിയർ യൂണിവേഴ്സിറ്റി മെഫി. സോ ലൊക്കേഷൻസ്, സേഫ്റ്റി, ട്രാൻസ്പോർട്ടേഷൻ, ക്ലൈമറ്റ്, ഗവൺമെൻറ് ഓർ പബ്ലിക്, റാങ്കിങ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും. എന്താണെന്ന് വെച്ചാൽ ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരു മെഫി യൂണിവേഴ്സിറ്റി 9th പ്ലേസിലായത് എന്തുകൊണ്ടാണ്? സോ മെഫി മെഡിക്കൽ യൂണിവേഴ്സിറ്റി വളരെ ലേറ്റ് ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ന്യൂക്ലിയർ ഫിസിക്സിനുണ്ടെങ്കിലും മെഡിക്കൽ യൂണിവേഴ്സിറ്റി വളരെ ലേറ്റ് ആയിട്ടാണ് മെഫി എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ഞങ്ങളാണ് മെഫിയുടെ ഫസ്റ്റ് ബാച്ച്. 2020 ഞങ്ങളുടെ ഇൻടേക്ക് ഉണ്ടായിട്ടുള്ളത്. ഒബിനിയൻസ് ക്യാമ്പസിലേക്ക് വളരെ മുൻപേ അഡ്മിഷനൊക്കെ ഓപ്പൺ ആയിരുന്നു. ഒബിനിയൻസിൽ നിന്ന് പാസ് ഔട്ടായ ഒരു ബാച്ചാണ് ഇപ്പം നിലവിലുള്ളത്. സോ മോസ്കോ ക്യാമ്പസിൽ ഞങ്ങൾ വേണം പാസ് ഔട്ട് ആവാൻ. ഇനിയും ഒരു 1.5 years ഉണ്ട് ഞങ്ങളുടെ തീരാൻ വേണ്ടി. ഞങ്ങളുടെ ബാച്ച് പാസ് ഔട്ട് ആയാലേ ഈ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ ഇനിയും ഹയർ ആകും ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് 100% ഷുവറാണ്. ഫ്യൂച്ചറിൽ നമ്മുടെ മെഫിയുടെ റാങ്കിങ് ഇനിയും മുന്നിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം. ആൻഡ് അടുത്തതായി നമുക്ക് മെഫി മെയിൻ ബിൽഡിങ്ങിനെ കുറിച്ചൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് മെഡിക്കൽ ബിൽഡിങ്ങിനെ കുറിച്ച് നോക്കാം. സോ മെയിൻ ക്യാമ്പസിൽ അങ്ങനെ മെഡിക്കൽ സ്റ്റുഡൻസിന് ഒരു റോളുമില്ല. സോ നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇവൻറ്റ്, സ്പോർട്സ് ഡേ, സ്റ്റുഡൻസ് ഡേ, ആ സമയത്ത് അങ്ങോട്ടൊക്കെ മെയിൻ ബിൽഡിങ്ങിലേക്ക് നമുക്ക് പോകാം. പിന്നെ ഇൻ്റർനാഷണൽ ഫെസ്റ്റ് ഇതുപോലെയുള്ള ടൈമിൽ മെഫി മെയിൻ ക്യാമ്പസിൽ നമുക്ക് എൻട്രി ഉണ്ട്. സോ മെഫി മെയിൻ ക്യാമ്പസിലെ വ്യൂ, പ്രോഗ്രാംസ്, ക്ലിപ്സ് അങ്ങനത്തെ എല്ലാം ഞാനിവിടെ താഴെ അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് മെഫി മെഡിക്കൽ ക്യാമ്പസിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ മെഡിക്കൽ ബിൽഡിങ്ങിനെയാണ് നോക്കുന്നത്. സോ മെഫി മെഡിക്കൽ ക്യാമ്പസിൻ്റെ എൻട്രൻസ് ആണിത്.
എൻട്രൻസ്. ഉള്ളിലേക്ക് കടക്കാൻ നമുക്ക് പ്രോപ്പസ് കാർഡ് ഉണ്ട്, എൻട്രി പാസ്. ഇത് ഡോമിലും യൂസ് ചെയ്യാം, പിന്നെ യൂണിവേഴ്സിറ്റിയിലും യൂസ് ചെയ്യാം. സോ ടാപ്പ് ചെയ്ത് ഉള്ളിലേക്ക് നമുക്ക് പോകാം. താഴെ വാർഡ്രോബ് ഉണ്ട് ജേർക്കിനൊക്കെ വെക്കാൻ വേണ്ടി. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ, മെഫി മെഡിക്കൽ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. ഇവിടെ ബയോമെഡിസിൻ, ബയോഫിസിക്സ് സ്റ്റുഡൻസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. കോൺഫറൻസ് മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നടത്താറുള്ളത്. ഇതൊരു റിലാക്സിങ് ഏരിയയാണ്. റിലാക്സിങ് ഏരിയ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് കോട്ടൊക്കെ ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്ലാസ്സിന് പോവാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 5 ഫ്ലോർസാണ് മൊത്തത്തിൽ ഈ ബിൽഡിങ്ങിലുള്ളത്. 5 ഫ്ലോർസ്. ഒരു 4th ഫ്ലോർസ് വരെ ക്ലാസ് റൂം ഒക്കെ ഉണ്ട്. 2nd ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സിങ് ഏരിയ ആണ്. 2nd ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സിങ് ഏരിയ. പിന്നെ 3rd ഫോർത്ത് ഫ്ലോറുകളിലൊക്കെ ആയിട്ടാണ് ക്ലാസ് റൂംസ് മോസ്റ്റ്ലി ആയിട്ട് ഉണ്ടാവുന്നത്. ഇതാണ് റിലാക്സിങ് ഏരിയ. ഇത്രയും വിശാലമായ റിലാക്സിങ് ഏരിയ ആണ് നമുക്ക് മെഫി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 3rd ഫ്ലോർ 4th ഫ്ലോറിലാണ് ക്ലാസ് റൂംസ് ഉണ്ടാവുക. 5th ഫ്ലോറിലാണ് നമ്മുടെ ഓഡിറ്റോറിയം ഒക്കെ ഉള്ളത്. റിസർച്ച് വർക്കിന് 2nd ഫ്ലോറിൽ സൗകര്യമുണ്ട്. ആൻഡ് എല്ലാ ഫ്ലോർസിലും ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് റൂംസ് ഉണ്ട്. സോ ഇത് റെസ്റ്റ് റൂം കഴിഞ്ഞാൽ നമുക്ക് 3rd ഫ്ലോറിലേക്ക് പോകാം. ആൻഡ് ഇവിടെ ഓരോ റൂമും ഓരോ സബ്ജക്ട്സിന് വേണ്ടി പ്രൊവൈഡഡ് ആണ്. മെയിൻ ക്ലിനിക്കൽ സബ്ജക്ട്സ് ഉണ്ടാവാം, പിന്നെ നോൺ മെഡിക്കൽ സബ്ജക്ട്സും എല്ലാം ഉണ്ട്. സോ ഓരോ റൂമും ഓരോ സബ്ജക്ട്സിന് വേണ്ടി പ്രൊവൈഡഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ 4th ഫ്ലോറിലേക്ക് പോകുന്നു. ഇതും അതുപോലെ തന്നെയാണ്. ഓരോ റൂമും ഓരോ സബ്ജക്ട്സിന് വേണ്ടി. പ്രീ ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ മോസ്റ്റ്ലി പഠിക്കുന്നത്. 2 സെമിനാർ റൂം, പിന്നെ 2 ലെക്ചർ റൂം, അങ്ങനെ പ്രാക്ടിക്കൽ റൂമൊക്കെ ഉണ്ട്. ക്ലിനിക്കൽ ക്ലാസ്സസ് ഒക്കെ മെയിൻലി നമ്മൾ ഹോസ്പിറ്റലിലാണ് നടക്കാറുള്ളത്. മോസ്റ്റ്ലി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ എല്ലാ ഫ്ലോർസും നമ്മളിവിടെ ഓക്യുപ്പൈ ചെയ്യും. പിന്നെ 4th, 5th, 6th ഇയറിലൊക്കെ അധികവും നമ്മൾ ഹോസ്പിറ്റൽസിലാണ് ക്ലാസ്സസ് ഒക്കെ ഉള്ളത്. റെയർലി ചില സബ്ജക്റ്റുകൾക്ക് മാത്രം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സസ് ഉണ്ടാകും. പിന്നെ പൊതുവെ ഫസ്റ്റ് 3 ഇയേഴ്സ് യൂണിവേഴ്സിറ്റിയിലും പിന്നെ ലാസ്റ്റ് 3 ഇയേഴ്സ് ഹോസ്പിറ്റൽസിലും ക്ലാസ് ഉണ്ടാവും. ഇതിന് പുറമെ ഫസ്റ്റ് ഇയറിൽ 1 മാസം നമുക്കൊരു നഴ്സിങ്ങിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങും നടക്കാറുണ്ട്. മോസ്റ്റ്ലി 20 days എക്സ്ട്രാ ഡിസിപ്ലിനറി സബ്ജക്ട്സും ഉണ്ട്. റിസർച്ച് വർക്ക്സ് ആണ് അടുത്തതൊക്കെ ചെയ്യുന്നത്. ആൻഡ് നഴ്സിങ്ങിന് വേണ്ടിയുള്ള ട്രെയിനിങ് നടന്നതിന് ശേഷം പിന്നെ 20 ദിവസം എക്സ്ട്രാ ഡിസിപ്ലിനറി സബ്ജക്ട്സ് ഉണ്ടാവും. ആൻഡ് നമുക്ക് റിസർച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് റാബിറ്റ്സ് ആയിട്ടും റാറ്റ്സ് ആയിട്ടും ഇവിടെ ഒക്കെ ഒത്ത് സമയം ചെലവഴിക്കാം. സോ അത് നമ്മുടെ റിസർച്ച് വർക്കിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും.
ആൻഡ് ഇതുവരെ നമ്മൾ കണ്ടത് മെഡിക്കൽ ക്യാമ്പസിൻ്റെ ക്ലിപ്സ് ആൻഡ് ഫോട്ടോസാണ്. ഒരുപാട് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തു. ഇനിയും ഫ്യൂച്ചറിൽ ഞാൻ എടുക്കുമ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. ആൻഡ് ദെൻ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ നോക്കി. ആൻഡ് ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ്. ഇതാ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഫോട്ടോ ആണിത്. ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ 5th ഫ്ലോറിൽ നടക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ മെഫി മെയിൻ ബിൽഡിങ്ങിലേക്ക് പോകാം. അതിൻ്റെ വീഡിയോസ് ഞാനിവിടെ ചെയ്യാൻ ശ്രമിക്കാം. മറ്റെല്ലാതും ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാം. നിങ്ങൾ ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇൻഫോർമേഷൻസ് കിട്ടാൻ ഞാനൊരു കംപ്ലീറ്റ് ഡേ ആണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എഡിറ്റിംഗ്, ഡബ്ബിങ് എല്ലാം ചേർത്ത് ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്തു ഇതിനു വേണ്ടി. സോ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറക്കാതെ എൻ്റെ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം ആൻഡ് ഷെയറും ചെയ്യണം. സോ ഇങ്ങനെ ചെയ്താൽ എൻ്റെ എഫേർട്ടിന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ആൻഡ് അപ്പോൾ ഞാൻ ഹാപ്പി ആവുകയും ചെയ്യും. ഇനി വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനവും എനിക്ക് കിട്ടും. സോ അതിൻ്റെ ഒരു റിക്വസ്റ്റാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും പോയി ചെയ്യണം. ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാനും വളരെ ഹാപ്പിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ കൗണ്ട് എത്രയാണ്? ഓവറോൾ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഒരു അറൗണ്ട് 100 ആയിട്ടുണ്ട്. 100. ആൻഡ് സൗത്ത് സൈഡിൽ നിന്ന് ഒരുപാടുണ്ട്. തമിഴ് സ്റ്റുഡൻസാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അടുത്തതായി ഇവിടെ മലയാളികളുണ്ട്. സെക്കൻഡ് മെജോറിറ്റിയും മലയാളികളാണ് കൂടുതലായിട്ടുള്ളത്. ആൻഡ് തേർഡ് മെജോറിറ്റി നോർത്ത് ഇന്ത്യൻസും. 3 years മുന്നെയാണ് ഒരു എന്താ പറയുക നോർത്ത് ഇന്ത്യൻസ് അധികമായി വരാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ബാച്ചിൽ മോസ്റ്റ്ലി തമിഴ് സ്റ്റുഡൻസാണ് കൂടുതലായിട്ടുള്ളത്. ഇനി ഒരു ക്ലാസ് റൂമിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് അത് ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് തിരിക്കുന്നത്. മാക്സിമം 12 സ്റ്റുഡൻസാണ് ഉണ്ടാകുന്നത്. മിനിമം 7 സ്റ്റുഡൻസും. ആൻഡ് ചില നോൺ മെഡിക്കൽ സബ്ജക്ട്സിനൊക്കെ ഫുൾ ഗ്രൂപ്പും ഒന്നിച്ചാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുള്ളത്. പിന്നെ അതിനുശേഷം അനാറ്റമി, ഹിസ്റ്റോളജി, ഫിസിയോളജി അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള ഈ സബ്ജക്ട്സ് നടക്കുമ്പോൾ ഗ്രൂപ്പ് വൈസ് ആയാണ് ക്ലാസ് ഒക്കെ നടക്കുക. സ്റ്റുഡൻസിന് സാധാരണ അവരവരുടെ സ്റ്റേറ്റിൽ നിന്ന് കുട്ടികളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ മലയാളി സ്റ്റുഡൻസ് ഉണ്ടോ, നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടോ, അങ്ങനെ പല പല കുട്ടികൾ ചോദിക്കുന്നുണ്ട്. സോ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും എല്ലാ റീജിയൻസിലും വന്നിട്ടുള്ള ആൾക്കാരും ഇവിടെ ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരാൾ മോശമായ രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യില്ല. എല്ലാവരും നമ്മൾ ഫ്രണ്ട്സാണ്. പിന്നെ നിങ്ങൾക്ക് സീനിയേഴ്സിൻ്റെ സപ്പോർട്ടും തീർച്ചയായും കിട്ടും. സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് സീനിയേഴ്സിൻ്റെ അടുത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാകും. ക്ലാസ് റൂം വീഡിയോസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞു. ചില വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും ചെറിയ ഞാൻ എടുത്തു വച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു കഴിഞ്ഞു.
ഒരു പ്ലാൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനെ കുറിച്ച്. ടീച്ചേഴ്സ് എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്, ഫ്രണ്ട്ലിയാണ്, ഭയങ്കര കെയറിങ്ങുമാണ്. ആരും തന്നെ ടോർച്ചറൊന്നും ചെയ്യില്ല, നോർമലായിട്ട് ബിഹേവ് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഹോംവർക്ക് ആൻഡ് അറ്റൻഡൻസ്, ഈ 2 കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടും. സോ അറ്റൻഡൻസ്, ടെസ്റ്റ്, ഹോംവർക്ക്സ് ഇതെല്ലാം എക്സാമിൻ്റെ മാർക്കിൻ്റെ കൂടെ നമ്മൾ ആഡ് ആക്കുന്നതാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ. അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. സോ അറ്റൻഡൻസ് ആൻഡ് ഹോംവർക്ക് ഡു മസ്റ്റ്. പിന്നെ ലാംഗ്വേജ് ബാരിയർ. ആദ്യമായി ഇവിടെ വരുന്ന ഒരാൾക്ക് റഷ്യൻ അറിയാതെ വളരെ കഷ്ടമായിരിക്കും. ബട്ട് ബേസിക് റഷ്യൻ ഒരു 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ലാംഗ്വേജ് കോച്ചിങ് മെഫിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതിന് പുറമെ അടുത്ത 4th ഡോർമെട്രിയിൽ നിന്ന് നിങ്ങൾക്ക് റഷ്യൻ ലാംഗ്വേജ് ക്ലബിൻ്റെ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം. ക്ലബിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും, ഡെവലപ്പും ചെയ്യാൻ നിങ്ങൾക്ക്. സോ 4th ഡോർമെട്രിയിലെ ക്ലബിനെ കുറിച്ച് മറക്കണ്ട. റഷ്യൻ ലാംഗ്വേജിൻ്റെ കോച്ചിങ് ഒക്കെ കിട്ടും. സോ മുൻപ് ഞാൻ ലാംഗ്വേജിനെ കുറിച്ച് ചെയ്ത വീഡിയോ ലിങ്ക് ഞാൻ താഴെ അറ്റാച്ച് ചെയ്യാം. ലാംഗ്വേജിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ വളരെ കഷ്ടമായിരിക്കും. സോ വന്ന ഉടനെ നമ്മൾ റഷ്യൻ ലാംഗ്വേജിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചതിന് ശേഷം റഷ്യൻ ലൈസൻസ് എക്സാം കമ്പൽസറി ആയിട്ട് ചെയ്യണം ആൻഡ് പാസ്സാവാൻ വേണം. സോ എങ്കിലേ ഇന്ത്യയിലേക്ക് പോയതിന് ശേഷവും നിങ്ങൾക്ക് FMG അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാവും. അത് കമ്പൽസറി ആക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരെ കിട്ടിയ വിവരം. ഇതുവരെ അങ്ങനെ ഇല്ലായിരുന്നു. എന്നാൽ ഇനി മുതൽ 6 വർഷം കംപ്ലീറ്റ് ഇവിടെ MBBS കോഴ്സ് ചെയ്തതിന് ശേഷം ഗോസ് എക്സാം പാസ്സാവണം. ആൻഡ് ഈ 6 വർഷത്തിൽ നമ്മുടെ ഇൻറ്റേൺഷിപ്പും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പും കവറാവും. ഗോസ് എക്സാം എന്തെന്ന് വെച്ചാൽ 1st to 6 ഇയേഴ്സ് സബ്ജക്ട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ഒരു ഫുൾ കോഴ്സ് എക്സാം എന്ന് തന്നെ നമുക്കിതിനെ പറയാം. ഗോസ് എക്സാമിനെ ഫുൾ കോഴ്സ് എക്സാം എന്ന് തന്നെ പറയാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാൻ പറഞ്ഞു തരാം. സോ ഗോസ് എക്സാമിന് പുറമെ റഷ്യൻ ലൈസൻസ് നമ്മൾ എടുക്കണം. ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സാം ഉണ്ട്, അക്രഡിറ്റേഷൻ എക്സാം. സോ റഷ്യൻ ലാംഗ്വേജിലാണ് ഇത് നടക്കുക. ഗോസ് എക്സാം ഇംഗ്ലീഷിലാണ്, പക്ഷേ ഇത് റഷ്യൻ ലാംഗ്വേജിലാണ് നടക്കുക. ഇത് ക്ലിയർ ചെയ്താലേ നമുക്ക് ഇവിടുത്തെ ലൈസൻസ് കിട്ടൂ. സോ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസ് ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. എന്തെന്നാൽ ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ല. പണ്ടത്തെ പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് അവരൊക്കെ വരുന്നത്. സോ ഇത് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കണം ഈ 2 എക്സാംസിനെ കുറിച്ചും. സോ 6 ഇയേഴ്സ് കോഴ്സ്, ഗോസ് എക്സാം, പിന്നെ നമ്മൾ അക്രഡിറ്റേഷൻ, അത് റഷ്യൻ ലാംഗ്വേജിലാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ഇന്ത്യയിൽ പോയിട്ട് FMG എക്സാം കൊടുക്കാം. സോ ഫ്യൂച്ചറിൽ പാറ്റേൺ ഇനിയും ചേഞ്ച് ആവാം. ഇതുവരെയുള്ള പാറ്റേണിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് ചേഞ്ചസ് വരാം മേ ബി. ആൻഡ് ഗോസ് എക്സാം എല്ലാവരും എഴുതണം. ഞാനും പിന്നെ എൻ്റെ ജൂനിയേഴ്സും എല്ലാവരും. കറണ്ട് റൂൾ ഇതാണ്,
ദെൻ ഹോസ്പിറ്റൽസ് ടൈഅപ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. മെഫി ഏതൊക്കെ ഹോസ്പിറ്റൽസ് ആയിട്ടാണ് ടൈഅപ്സ് ഉള്ളതെന്ന്. സോ ഇതും ഞാൻ ആഡ് ചെയ്താൽ വീഡിയോ 2 ഹവേഴ്സിൻ്റെ അടുത്ത് വരെ പോകും. എങ്കിലും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുമെങ്കിൽ ഞാനത് ആഡ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ തന്നെ വീഡിയോസ് ഒരുപാട് സമയമായി, ലെങ്തി ആയി. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇത് സീരീസ് ആയതുകൊണ്ടാണ്. ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് മറ്റൊരു വീഡിയോസ് നമുക്കിനി കാണേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. സോ നിങ്ങളിത് കാണുമെന്ന് ഞാൻ, സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിനി ഹോസ്പിറ്റൽ ടൈഅപ്സിൻ്റെ കാര്യം ആഡ് ചെയ്യാം. സോ മെഫി ഗവൺമെൻറ് ഹോസ്പിറ്റൽസുമായാണ് ടൈഅപ്പ് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഇയറിൽ ഹെർസൺ മോസ്കോ ഓങ്കോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് നിങ്ങൾ പോകാൻ സാധ്യതയുള്ളത്. ഇതാണ് ഹെർസൺ മോസ്കോ ഓങ്കോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങളുടെ ഈ വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഇവിടെയാണ് ഉണ്ടാവുക. ഇത് വലിയ ഹോസ്പിറ്റലാണ്, ഫേമസ് ഓങ്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആൻഡ് ഇൻറ്റേൺഷിപ്പ് ഇവിടെയാണ് നടക്കുക. ആൻഡ് ഫസ്റ്റ് ഇയറിൽ മെഫി യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഒരു നഴ്സിംഗ് സ്റ്റിമുലേറ്ററി സെൻറ്റർ ഉണ്ട്. അവിടെയാണ് നിൽക്കുക. അവിടെ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും. സോ പ്രാക്ടിക്കൽ മൊഡ്യൂൾസ് ഒക്കെ വെച്ച് കവർ ചെയ്യും. സോ ഈ ബിൽഡിങ്ങിലാണ് അത് നടക്കുന്നത്. തിയറിയും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സെക്കൻഡ് ഇയറിൽ ഹെർസണിൽ നമ്മൾ വരും ഇൻറ്റേൺഷിപ്പിന് വേണ്ടി. പിന്നെ അടുത്തതായി നമ്മൾ നോക്കുന്നത് ദോമോദിദോവോ. ഇതാണ് ദോമോദിദോവോ. ഈ ഹോസ്പിറ്റൽ മോസ്കോയിലല്ല ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്, മോസ്കോ റീജിയനിലാണ്. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് നമുക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യണം. ട്രെയിനിൽ ഒരു 30 മിനിറ്റ് ആൻഡ് അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റ് ബസ്സിലും ട്രാവൽ ചെയ്യണം. ഇത് മോസ്കോ റീജിയനിലാണ്, വില്ലേജ് ഏരിയയാണ്. ദെൻ അടുത്തതായി പോളിക്ലിനിക് നമ്പർ 3. 4th ആൻഡ് 5th ഇയേഴ്സിലാണ് നമ്മൾ ദോമോദിദോവോ ഹോസ്പിറ്റൽസിൽ പോവുക. ഹെർസൺ സെക്കൻഡ് ഇയറിൽ. പിന്നെ 3rd ഇയറിൽ നമ്മൾ പോളിക്ലിനിക് നമ്പർ 3 മോസ്കോയിൽ തന്നെയാണിത്. ഫോട്ടോ ഞാൻ കാണിക്കാം. ഇത് ദോമോദിദോവോ, ഇത് ഹെർസൺ, വളരെ വലുതാണ്. ഇത് പോളിക്ലിനിക് 3. നിങ്ങൾക്ക് ഗൂഗിളിലും ഇത് ചെക്ക് ചെയ്യാം. ഇത് ക്ലിനിക്കൽ ഹോസ്പിറ്റൽ നമ്പർ 85. ഇത് യൂണിവേഴ്സിറ്റിയുടെ പുറകിലായിട്ടാണ്. സോ സിമ്പിളായി ഞാൻ കാണിക്കാം. ഓക്കെ, നമ്മുടെ ഹോസ്റ്റൽ ഇതാ ഇവിടെയുണ്ട്. ബോൾനീറ്റ്സ 85 ഇവിടെയും. സോ സെയിം സ്ട്രീറ്റിലാണ് നമ്മുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും ഇവിടെയുണ്ട്. ഇവിടെയും നമ്മുടെ 3rd ഇയർ ക്ലാസ്സസ് നടക്കും. ഇതും ഒരു ഓങ്കോളജി സെൻ്ററാണ്. ഇവിടെ 5th ഇയറിൽ ക്ലാസ്സസ് നടത്തും. ആൻഡ് നെക്സ്റ്റ് ഇയർ ഞങ്ങൾക്ക് ബോട്ട്കിൻ ഹോസ്പിറ്റലിൽ വെച്ചും ക്ലാസ്സസ് നടക്കുമെന്ന് പറയുന്നു. സോ ഇതെല്ലാം മെഫിയുടെ ടൈഅപ്പിലുള്ള ഹോസ്പിറ്റൽസാണ്. ഇതാണ് ബോട്ട്കിൻ. ഇത് ബോട്ട്കിൻ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ ഇത് 1 ദോമോദിദോവോ, പിന്നെ 2 ഹെർസൺ, 3ാമത്തേത് നമ്മൾ പറഞ്ഞ ബോൾനീറ്റ്സ 85, 4, 5, 6 അങ്ങനെ 6 ഹോസ്പിറ്റൽസ് വീതം. ഇതുവരെ ഇത്രയും ഹോസ്പിറ്റൽസുമായി മെഫിക്ക് ടൈഅപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇനിയും ഉണ്ടാകാം. സോ
സോ എനിക്കിനിയും അപ്ഡേറ്റ് കിട്ടിയാൽ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. സോ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഹോസ്പിറ്റൽ പ്രാക്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഫിയിൽ ഫസ്റ്റ് ഇയറിൽ നേഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. സെക്കൻഡ് ഇയറിലാണെങ്കിൽ സമ്മർ വെക്കേഷൻസിൽ പ്രാക്ടിക്കൽസും ഉണ്ടാവും. തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഒക്കെ ഹോസ്പിറ്റലിൽ പോകും. പേഷ്യൻസിനെ നമുക്ക് കാണാം. മോസ്റ്റ്ലി ക്ലിനിക്കൽ സബ്ജക്ട്സ് നടക്കുമ്പോഴാണ് പേഷ്യൻസിനെ കാണാൻ കൂടുതൽ ചാൻസ് ഉള്ളത്, നമുക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നത്. അതിനു പുറമെ ചില ടീച്ചേഴ്സ് ഫ്രണ്ട്ലി ആയിരിക്കും. അവരുടെ അടുത്ത് പേഴ്സണലി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പേഷ്യൻസിനെ കാണാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തരും. നിങ്ങൾ ടീച്ചേഴ്സുമായിട്ട് എങ്ങനെയാണ് ബോണ്ടിങ് എന്നതിനനുസരിച്ചിരിക്കും ഇതൊക്കെ. സോ ക്രിയേറ്റ് ഗുഡ് ബോണ്ട് വിത്ത് ടീച്ചേഴ്സ്. അവർ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ടിപ്പാണ്, അത് യൂസ്ഫുൾ ആവും. ദെൻ ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ NMC പ്രകാരം ഒരു ഇയർ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അത് കമ്പൽസറിയാണ്. 12 മാസം മെഫി അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. മുന്നേ പറഞ്ഞ പോലെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞ പോലെ. സോ ഗൈഡ് ലൈൻസിനെ കുറിച്ചുള്ള വീഡിയോ അവിടെയുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻറ്റേൺഷിപ്പ് സമ്മർ വെക്കേഷൻസിലും കവറാകും. സോ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെയുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 years ആണ്. ഇവിടുത്തെ ലാംഗ്വേജ് ഓഫ് മീഡിയം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷാണ്. ഹാഫ് അങ്ങനെ ഒരു വർഷം, ഒരു 3 വർഷം ഇംഗ്ലീഷ്, 3 വർഷം റഷ്യൻ, അങ്ങനെയുള്ളത് പറ്റില്ല. ലാംഗ്വേജ് ഓഫ് മീഡിയം കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ്. ബട്ട് ക്ലിനിക്കൽ സബ്ജക്ട്സിന് റഷ്യൻ ആവശ്യമായിട്ട് വരും. കാരണം പേഷ്യൻസുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, അത് മസ്റ്റാണ്. ക്ലിനിക്കൽ റൊട്ടേഷൻസിനെ കുറിച്ചും ഞാൻ ചെയ്ത വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും. ലൈബ്രറിയെ പറ്റി പറയുമ്പോൾ ഫിസിക്കലായിട്ടുള്ള ലൈബ്രറി നമുക്ക് മെഫിയിൽ ഇല്ല, അവൈലബിൾ അല്ല ഇതുവരെ. ഇലക്ട്രോണിക് ലൈബ്രറിയാണുള്ളത്. സോ ടാബ്, ലാപ്ടോപ്പ് അങ്ങനത്തെ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മൾ. ഏതെങ്കിലും ഒരു സിസ്റ്റം കമ്പൽസറിയാണ്. സോ ടാബ്, ലാപ്ടോപ്പ് സിസ്റ്റത്തിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ഇതിൻ്റെ ID, പാസ്വേഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. ഏത് ബുക്സാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത്, ഓരോ സബ്ജക്റ്റിനനുസരിച്ചും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഇലക്ട്രോണിക് ലൈബ്രറിയിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം സിസ്റ്റത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ബുക്ക് കൊണ്ടുവരണോ, നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരണോ, അതോ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ സ്റ്റുഡൻസ് സാധാരണ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്താണ് പഠിക്കുന്നത്, PDF-ലാണ്. സോ ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം മറ്റൊരു വീഡിയോയിൽ. എന്തായാലും ഈ വീഡിയോ ലെങ്തി ആയതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് കാണാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ടോപ്പിക്സും കവർ ചെയ്യാം. ഇനിയും എക്സാംസ് ഗോസിനെ കുറിച്ചൊക്കെ കവർ ചെയ്യാം. റഷ്യയിലെ എക്സാം പാറ്റേൺ, ഓരോ സബ്ജക്ട്സ്, എക്സ്പെൻസിനെ കുറിച്ചും ഹോസ്റ്റൽ ടൂറും ഒക്കെ ഞാൻ ചെയ്യുന്നതാണ്. അതിനു മുൻപ് ഞാൻ ഹാഫ് ക്വസ്റ്റ്യൻസ് പോലും ഞാൻ കവർ ചെയ്തിട്ടില്ല. പക്ഷേ 1 hour-ന് മേലെ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നില്ല. നിങ്ങൾക്കത് കാണാനുള്ള ക്ഷമയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞു. 1 hour-ന് മേലെ പോകുമെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നു. സോ റഷ്യയിലെ PG, റഷ്യയിലെ എക്സാം പാറ്റേണിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഓരോ സബ്ജക്ട്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, വീണ്ടും പാർട്ട് 2-ൽ കാണാം. ബൈ ബൈ. പിന്നെ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചാണ് എൻ്റെ സെക്കൻഡ് വീഡിയോൻ്റെ മേക്കിംഗ് ഉണ്ടാവുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പാർട്ട് 2-യും വരുന്നതാണ്, നിങ്ങൾ തീർച്ചയായും കാണണം. സോ പാർട്ട് 2-ൽ കാണാം. താങ്ക് യു. ബൈ ബൈ. See you in the next video. Bye bye.